ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് ലേണിംഗ്. ഇന്ന് നമുക്ക് 6th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് പഠിക്കാം. 4th ചാപ്റ്റർ പ്രൊഡക്ഷൻ പ്രോസസ്. അതിലെ 2 പാർട്ട് ഞാൻ ഇട്ട് കഴിഞ്ഞു. അത് കാണാത്തവർ ആ പാർട്ടുകൾ കൂടി കാണുക. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ എന്താ പറഞ്ഞു നിർത്തിയത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് പറഞ്ഞത് അല്ലേ? പ്രൊഡക്ഷൻ പ്രോസസ്സിലെ ഫാക്ടേഴ്സിനെ 4ആയി തിരിക്കാം. ഏതൊക്കെയായിരുന്നു? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ലാസ്റ്റ് ഫാക്ടറായ ഓർഗനൈസേഷനിൽ എന്തായിരുന്നു? കോർഡിനേഷൻ ഓഫ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലൈക്ക് ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ. പ്രൊഡക്ഷൻ പ്രോസസ്സിലെ മറ്റുള്ള ഫാക്ടേഴ്സായ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഇതിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഹു കോർഡിനേറ്റ്സ് ഈസ് കോൾഡ് ആൻ ഓർഗനൈസർ. അങ്ങനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന പേഴ്സണെ ഓർഗനൈസർ എന്ന് പറയും. ഇതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ? ഒരു ചാർട്ടും പഠിച്ചു എങ്ങനെയാണ് ഓർഗനൈസർ കോർഡിനേറ്റ് ചെയ്യുന്നതെന്ന്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ അത് കോർഡിനേറ്റ് ചെയ്ത് ഓർഗനൈസേഷൻ വഴി പ്രൊഡക്ഷൻ നടക്കും. പ്രൊഡക്ഷനിൽ നിന്നും എന്തുണ്ടാകും? പ്രോഡക്റ്റ് ഉണ്ടാകും. പിന്നെ ഓർഗനൈസറുടെ ഫീച്ചേഴ്സും കൂടി പറഞ്ഞാണ് നിർത്തിയത് അല്ലേ? ഒരു നല്ല ഓർഗനൈസറുടെ ഒബ്ജക്റ്റീവ്സ്, റെസ്പോൺസിബിലിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഫീച്ചറിൽ പറഞ്ഞു. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. ദ കോർഡിനേറ്റഡ് ഫംഗ്ഷനിങ് ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലീഡ്സ് ടു പ്രൊഡക്ഷൻ which is an economic activity and results in products. ഈ കോർഡിനേറ്റഡ് ആക്ഷൻ വഴി പ്രൊഡക്ഷൻ നടന്നിട്ട് എന്താണ്? പ്രോഡക്റ്റ് ഉണ്ടാകും അല്ലേ? ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ് പ്രോഡക്ട്സ് ആർ എസെൻഷ്യൽ. മനുഷ്യരുടെ ആവശ്യങ്ങൾ നടക്കണമെങ്കിൽ പ്രോഡക്ട്സ് അത്യാവശ്യമാണ്. ദിസ് മേക്സ് പ്രൊഡക്ഷൻ എ കണ്ടിന്യൂസ് പ്രോസസ്. അപ്പോൾ മനുഷ്യരുടെ ആവശ്യം കൂടുന്നതിനനുസരിച്ച് പ്രൊഡക്ഷൻ പ്രോസസ് കൂടും. അങ്ങനെ പ്രോഡക്റ്റ് ഉണ്ടാകും. വീണ്ടും മനുഷ്യർക്ക് അടുത്ത ആവശ്യം ഉണ്ടാകും. അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് ഉണ്ടാകും. അങ്ങനെ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. മനസ്സിലായോ? ഹ്യൂമൻ വാണ്ട്സും പ്രൊഡക്ഷൻ പ്രോസസ്സും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ലെറ്റ് us see how it becomes a continuous process. എങ്ങനെയാണ് ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആകുന്നതെന്ന് നമുക്ക് നോക്കാം. സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ ഒരു സർക്കുലർ ഫ്ലോ ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആ സർക്കുലർ ഫ്ലോ നോക്കൂ. 2 യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഹൗസ് ഹോൾഡ് യൂണിറ്റ്, പ്രൊഡക്ഷൻ യൂണിറ്റ്. ഹൗസ് ഹോൾഡ് യൂണിറ്റിൽ നിന്നും പ്രൈസ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ് എവിടേക്ക് പോകുന്നു? പ്രൊഡക്ഷൻ യൂണിറ്റിലോട്ട് പോകുന്നു. പിന്നെയോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഹൗസ് ഹോൾഡ് യൂണിറ്റിൽ നിന്നാണ് പോകുന്നത്. തിരിച്ച് പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്നും ഹൗസ് ഹോൾഡ് യൂണിറ്റിലോട്ട് എന്തൊക്കെ വരുന്നു? റിവാർഡ്സ് ഫോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, പിന്നെ എന്താ? ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്താണെന്ന് പറയാം. ഇവിടെ പ്രൊഡക്ഷൻ യൂണിറ്റ് പ്രൊഡ്യൂസസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ദ ഹൗസ് ഹോൾഡ് യൂണിറ്റ് കൺസ്യൂംസ് ദം. പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ആണ് ഗുഡ്സും സർവീസും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ പ്രൊഡക്ഷൻ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സും സർവീസും വിനിയോഗിക്കുന്നത് ആരാണ്? കൺസ്യൂം ചെയ്യുന്നത് ആരാണ്? ഹൗസ് ഹോൾഡ് യൂണിറ്റ് ആണ്. വി ഹാവ് സീൻ ദാറ്റ് ദ പ്രോഡക്ട്സ് ആർ കൺസ്യൂംഡ് ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. നമുക്കറിയാം ഈ പ്രോഡക്ട്സ് ഒക്കെ എന്തിനാണ്? ഹ്യൂമൻ വാണ്ട്സ്, മനുഷ്യരുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാനുള്ളതാണ്. ഹ്യൂമൻ വാണ്ട്സ് ആർ മെനി. വെൻ വി സാറ്റിസ്ഫൈ വൺ വാണ്ട് അനദർ എമർജസ്. മനുഷ്യരുടെ ആവശ്യം എന്ന് വെച്ചാൽ എന്താണ്? ഒരുപാടെണ്ണം ഉണ്ട്. ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അടുത്ത ആഗ്രഹം വരും. വിത്ത് ചേഞ്ച് ഇൻ വാണ്ട്സ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൾസോ ചേഞ്ച് കറസ്പോണ്ടിംഗ്ലി ആൻഡ് ദേ നീഡ് ടു ബി പ്രൊഡ്യൂസ്ഡ്. അവരുടെ ആവശ്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ഗുഡ്സ് ആൻഡ് സർവീസ് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ പുതിയ പ്രോഡക്റ്റ് ഉണ്ടാകും. ഹെൻസ് ദിസ് പ്രോസസ് ഈസ് കണ്ടിന്യൂസ്. ഇങ്ങനെ ഈ പ്രോസസ് ഇങ്ങനെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഇനി നിങ്ങൾ ആ ഫിഗർ നോക്കൂ. അതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കാം? The household unit supplies the land, labor, capital and organization to the production unit. പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് ആവശ്യമായ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ഇത്രയും സപ്ലൈ ചെയ്യുന്നത് ആരാണ്? ഹൗസ് ഹോൾഡ് യൂണിറ്റ് ആണ്. നമ്മൾ പഠിച്ചു ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഒക്കെ എന്താണെന്ന്. ലാൻഡ് അതായത് റിസോഴ്സസ് അല്ലേ? ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് ആവശ്യമായ റിസോഴ്സസ്. പിന്നെയോ ലേബർ, പ്രൊഡക്ഷൻ പ്രോസസ്സിന് ആവശ്യമായ വർക്കേഴ്സ്. പിന്നെ ക്യാപിറ്റൽ, അതിൽ നമ്മൾ മുടക്കുന്ന മൂലധനം. പിന്നെ ഓർഗനൈസേഷൻ, ഇതൊക്കെ നോക്കി നടത്തുന്ന ഓർഗനൈസർ അല്ലേ? ഇതെല്ലാം സപ്ലൈ ചെയ്യുന്നത് ഹൗസ് ഹോൾഡ് യൂണിറ്റിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഹൗസ് ഹോൾഡ് യൂണിറ്റിൽ നിന്നും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നൊരു ആരോ വരച്ചിരിക്കുന്നുണ്ടല്ലേ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇത്രയും ഫാക്ടേഴ്സ് ആണ് ഹൗസ് ഹോൾഡ് യൂണിറ്റ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഹൗസ് ഹോൾഡ് യൂണിറ്റ് സപ്ലൈ ചെയ്യുന്ന ഈ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ അതിന് പകരമായി പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് എന്ത് കിട്ടും? റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് എക്സെട്ര ആസ് റിവാർഡ് ബൈ ദ പ്രൊഡക്ഷൻ യൂണിറ്റ്. ഇവർ കൊടുക്കുന്ന ലാൻഡിൽ നിന്നും റെന്റ്, പിന്നെ ലേബറിന് വേജസ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്,
ഓർഗനൈസറിന് എന്താണ് പ്രോഫിറ്റ്. ഇതെല്ലാം പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്നും ഹൗസ് ഹോൾഡ് യൂണിറ്റിന് കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്നും ഹൗസ് ഹോൾഡ് യൂണിറ്റിലേക്ക് ഒരു ആരോ വരച്ചിരിക്കുന്നത്. റിവാർഡ്സ് ഫോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനുള്ള റിവാർഡാണ്, പ്രതിഫലമാണ്. മനസ്സിലായോ? ഹൗസ് ഹോൾഡ് യൂണിറ്റിൽ നിന്നും എന്തൊക്കെയാണോ സപ്ലൈ ചെയ്യുന്നത് അതിന് പകരമായിട്ട് റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് എക്സെട്ര. തിരിച്ച് പ്രൊഡക്ഷൻ യൂണിറ്റ് സപ്ലൈസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ ഹൗസ് ഹോൾഡ് യൂണിറ്റ്. ഹൗസ് ഹോൾഡ് യൂണിറ്റിന് പ്രൊഡക്ഷൻ യൂണിറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യും. പ്രൊഡക്ഷൻ യൂണിറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സും പിന്നെന്താണ് അവരുടെ സേവനവും. ഈ ഹൗസ് ഹോൾഡ് യൂണിറ്റ് എന്ത് ചെയ്യും? ഇൻ എക്സ്ചേഞ്ച് ഫോർ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് റിസീവ് ദ ഹൗസ് ഹോൾഡ് യൂണിറ്റ് പേയ്സ് പ്രൈസ് ടു ദ പ്രൊഡക്ഷൻ യൂണിറ്റ്. പ്രൈസ് കൊടുത്താണ് വാങ്ങുന്നത് അല്ലേ? അവരുണ്ടാക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസിന് തിരിച്ച് ഇവർ ഹൗസ് ഹോൾഡ് യൂണിറ്റ് എന്ത് ചെയ്യും? പ്രൈസ് കൊടുക്കും. ഹൗസ് ഹോൾഡ് യൂണിറ്റ് വില നൽകി ഗുഡ്സ് ആൻഡ് സർവീസ് റിസീവ് ചെയ്യും. അതാണ് ഈ സർക്കുലേഷൻ ഫ്ലോയിൽ കാണിച്ചിരിക്കുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്നും ഹൗസ് ഹോൾഡ് യൂണിറ്റിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഹൗസ് ഹോൾഡ് യൂണിറ്റ് പ്രൈസ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ് ആർക്ക് കൊടുക്കുന്നു? പ്രൊഡക്ഷൻ യൂണിറ്റിന് കൊടുക്കുന്നു. ഇനി നിങ്ങൾക്ക് സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് നല്ലവണ്ണം മനസ്സിലാക്കാൻ പറ്റും. ഒന്നുകൂടി പറയാം. ഹൗസ് ഹോൾഡ് യൂണിറ്റ് എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എവിടേക്കാണ്? പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക്. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് പ്രൊഡക്ഷൻ യൂണിറ്റ് നൽകുന്നതാണ് റിവാർഡ്സ് ഫോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ആർക്കാണ് കൊടുക്കുന്നത്? ഹൗസ് ഹോൾഡ് യൂണിറ്റിന്. ഇനി അടുത്ത് പ്രൊഡക്ഷൻ യൂണിറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു? ഹൗസ് ഹോൾഡ് യൂണിറ്റിന്. അത് പ്രൈസ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ് ആയിട്ട് പ്രൊഡക്ഷൻ യൂണിറ്റിന് കിട്ടുന്നു. മനസ്സിലായല്ലോ? സിൻസ് പ്രൊഡക്ഷൻ ആൻഡ് കൺസപ്ഷൻ ആർ കണ്ടിന്യൂവസ് ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഫോളോ എ സർക്കുലർ പാറ്റേൺ. ഈ പ്രൊഡക്ഷനും കൺസപ്ഷനും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഫോളോ സർക്കുലർ പാറ്റേൺ. ഈ എക്കണോമിക് ആക്ടിവിറ്റീസ് സർക്കുലർ ഫ്ലോയിലേ പോകൂ. കാരണം പ്രൊഡക്ഷൻ കൺസപ്ഷൻ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതുകൊണ്ടാണ് ഈ എക്കണോമിക് ആക്ടിവിറ്റീസ് സർക്കുലർ പാറ്റേൺ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണെന്നും അതിന്റെ ഫീച്ചേഴ്സും എഴുതാൻ അറിയാലോ. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നുകൂടി പറയാം. ഗുഡ്സ് ആർ തിങ്സ് ദാറ്റ് ആർ ടാഞ്ചിബിൾ ആൻഡ് വിസിബിൾ ആൻഡ് ആർ യൂസ്ഡ് ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. ഗുഡ്സ് എന്ന് പറയുന്നത് വിസിബിൾ ആണ്, ടാഞ്ചിബിൾ സ്പർശിക്കാൻ കഴിയുന്നതാണ്, പിന്നെന്താണ്? ഹ്യൂമൻ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യും. സർവീസസ് ഓൾസോ സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ് ബട്ട് ആർ ഇൻടാഞ്ചിബിൾ ആൻഡ് ഇൻവിസിബിൾ. സർവീസ് എന്ന് പറയുന്നത് ഹ്യൂമൻ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിലും നമുക്ക് കാണാനോ സ്പർശിക്കാനോ കഴിയില്ല. ടു കൺസ്യൂം ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ അക്കോർഡൻസ് വിത്ത് അവർ റിക്വയർമെന്റ്സ് വി നീഡ് ടു പ്രൊഡ്യൂസ് ദം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഗുഡ്സ് ആൻഡ് സർവീസ് കൺസ്യൂം ചെയ്യണമെങ്കിൽ നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ആർ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഈച്ച് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആർ ഡിഫറെൻറ്റ്. ഓരോ ഫാക്ടറിനും ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. റെന്റ്, വേജ് ഓർ സാലറി, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ആർ ദ റിവാർഡ്സ് ഫോർ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഈ 4 ഫാക്ടേഴ്സിനുമുള്ള റിവാർഡാണ്, പ്രതിഫലമാണ് റെന്റ്, വേജ് ഓർ സാലറി, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. മനസ്സിലായല്ലോ? ഇത് ഏതിനൊക്കെയാണെന്നുള്ളത് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് മനസ്സിലാക്കി പഠിക്കുക. ദ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കൺസപ്ഷൻ റിസൾട്ട് ഇൻ ദ സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ കൺസപ്ഷൻ പ്രോസസ് സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസിന് കാരണമാകുന്നു. മനസ്സിലായല്ലോ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നോക്കൂ. ഇനി ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഇത്രയുമാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇത്രയും ചേരുമ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ് നടക്കുന്നു, അതിൽ നിന്നും പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ് നിങ്ങൾ മറക്കരുത്. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? 4 ഫാക്ടേഴ്സ്: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഇതിന്റെ കീഴിലാണ് ഒരുപാട് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിന്റെ ഫലമായി പ്രൊഡക്ഷൻ പ്രോസസ് നടന്ന് പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. ഇനി നമുക്ക് ലെറ്റസ് അസസ് കൂടി നോക്കാം. അതിനു മുന്നേ സിഗ്നിഫിക്കൻറ്റ് ലേണിംഗ് ഔട്ട്കംസ് കൂടി കൊടുത്തിട്ടുണ്ട്. ദ ലേണർ categorizes the features of goods and services which are used to satisfy human wants. ഹ്യൂമൻ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ഫീച്ചേഴ്സ് കാറ്റഗറൈസ് ചെയ്യാനാണ്. ഇങ്ങനെ ചോദിക്കുമ്പോൾ ഗുഡ്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, സർവീസസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് എഴുതുക. ഗുഡ്സ് എന്ത് പഠിച്ചു? വിസിബിൾ, ടാഞ്ചിബിൾ ആൻഡ് സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ് അല്ലേ. സർവീസസ് എന്ന് പറയുമ്പോൾ ഇൻടാഞ്ചിബിൾ, ഇൻവിസിബിൾ ആൻഡ് സാറ്റിസ്ഫൈ
ഹ്യൂമൻ വാൺസ് ദാറ്റ് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ് അല്ലേ. ബാക്കിയുള്ള ഫീച്ചേഴ്സ് ലെറ്റസ് അസസിൽ ഇത് രണ്ടും കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആൻസർ തന്നെ നമുക്ക് ഇതിൽ എഴുതാൻ പറ്റും ഫീച്ചേഴ്സ് ആയിട്ട്. മനസ്സിലായോ? കമ്പാരിസൺ പോലെ അല്ലാതെ ഫീച്ചേഴ്സ് ഓഫ് ഗുഡ്സ് എന്നും ഫീച്ചേഴ്സ് ഓഫ് സർവീസസ് എന്നും പറഞ്ഞു എഴുതാം. അടുത്തെന്താണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഇത്രയും ഫാക്ടേഴ്സിന്റെ ഫീച്ചേഴ്സ് എഴുതാനാണ്. ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിക്കഗ്നൈസസ് ആൻഡ് ഡിസ്ക്രൈബ്സ് ദ റിവാർഡ്സ് ഫോർ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ റിവാർഡ്സ് എന്താണ്? ഓരോ ഫാക്ടറിനുമുള്ള റിവാർഡ്, അതും നമ്മൾ പഠിച്ചു. ഇനി എക്സ്പ്ലെയിൻ ദ സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ സർക്കുലർ ഫ്ലോ എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതും നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി ലെറ്റസ് അസസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ യൂസ്ഡ് ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. ഹൗ ഡു ദേ ഡിഫർ ഫ്രം ഈച്ച് അതർ? ഗുഡ്സും സർവീസും ഹ്യൂമൻ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഹൗ ഡു ദേ ഡിഫർ ഫ്രം ഈച്ച് അതർ? അവ രണ്ടും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ ഗുഡ്സും സർവീസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയാൻ. നമുക്ക് എന്തൊക്കെ പറയാം? ഗുഡ്സ് ആർ ടാഞ്ചിബിൾ, എന്നാൽ സർവീസസ് ആർ ഇൻടാഞ്ചിബിൾ. ടാഞ്ചിബിൾ എന്നാൽ സ്പർശിക്കാൻ കഴിയുന്നത്. ഗുഡ്സ് ആർ വിസിബിൾ, സർവീസസ് ആർ ഇൻവിസിബിൾ. ഗുഡ്സ് ക്യാൻ ബി സ്റ്റോർഡ് ഫോർ ഫ്യൂച്ചർ യൂസ്. ഫ്യൂച്ചർ യൂസിലേക്ക് ഗുഡ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. എന്നാൽ സർവീസസ് കനോട്ട് ബി സ്റ്റോർഡ് ഫോർ ഫ്യൂച്ചർ യൂസ്. നമുക്കൊരു ഗുഡ്സ്, സാധനം ഭാവിയിലത്തേക്ക് വേണ്ടി സേവ് ചെയ്യാൻ പറ്റും. എന്നാൽ നമുക്ക് കിട്ടിയ സർവീസ്, സേവനം, അത് കിട്ടിക്കഴിഞ്ഞു, അതെന്താണ്? അത് ഫ്യൂച്ചർ യൂസിലേക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. ഗുഡ്സ് ആർ ഫിസിക്കൽ ഓബ്ജക്ട്സ്. ഗുഡ്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഓബ്ജക്ട്സ് ആണ്, കാണാനും സ്പർശിക്കാനും പറ്റുന്ന ഒരു ഭൗതികമായ ഒരു വസ്തുവാണ്. സർവീസ് ഈസ് ആൻ ആക്ടിവിറ്റി ഓഫ് പെർഫോമിംഗ് വർക്ക് ഫോർ അതേഴ്സ്. എന്താണ്? സർവീസസ് ഈസ് ആൻ ആക്ടിവിറ്റി ഓഫ് പെർഫോമിംഗ് വർക്ക് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി പെർഫോം ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് സർവീസ്. ഗുഡ്സ് ക്യാൻ ബി റിട്ടേൺ. ഗുഡ്സ് എന്ന് പറയുന്നത് നമുക്ക് തിരിച്ച് നൽകാം, റിട്ടേൺ ചെയ്യാം. സർവീസ് കനോട്ട് ബി റിട്ടേൺ ബാക്ക് ഓൺസ് ദേ ആർ പ്രൊവൈഡഡ്. നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് റിട്ടേൺ ചെയ്യാൻ കഴിയില്ല. മനസ്സിലായല്ലോ? ഗുഡ്സ് ആർ ടാഞ്ചിബിൾ, ഗുഡ്സ് ആർ വിസിബിൾ, ഗുഡ്സ് ക്യാൻ ബി സ്റ്റോർഡ് ഫോർ ഫ്യൂച്ചർ യൂസ്, ഗുഡ്സ് ആർ ഫിസിക്കൽ ഓബ്ജക്ട്സ്, ഗുഡ്സ് ക്യാൻ ബി റിട്ടേൺ, സർവീസസ് ആർ ഇൻടാഞ്ചിബിൾ, സർവീസസ് ആർ ഇൻവിസിബിൾ, സർവീസസ് കനോട്ട് ബി സ്റ്റോർഡ് ഫോർ ഫ്യൂച്ചർ യൂസ്, സർവീസ് ഈസ് ആൻ ആക്ടിവിറ്റി ഓഫ് പെർഫോമിംഗ് വർക്ക് ഫോർ അതേഴ്സ്, സർവീസസ് കനോട്ട് ബി റിട്ടേൺ ബാക്ക് വൺസ് ദേ ആർ പ്രൊവൈഡഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ ഓർഗനൈസർ ഈസ് ടു കോർഡിനേറ്റ് ദ അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. സബ്സ്റ്റാൻഷിയേറ്റ് എന്താണ്? ഒരു ഓർഗനൈസറിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് മറ്റുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കോർഡിനേറ്റ് ചെയ്യുക. എന്താണ്? മറ്റുള്ള ഫാക്ടേഴ്സിനെ നല്ല സംയോജിപ്പിച്ച് ഒത്തൊരുമയോടെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ ഓർഗനൈസർ ഈസ് ടു കോർഡിനേറ്റ് ദ അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലൈക്ക് ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ. എന്തിനാണ്? ഫോർ റണ്ണിങ് ആൻ ഓർഗനൈസേഷൻ സ്മൂത്ത്ലി ആൻഡ് അച്ചീവിങ് എന്റർപ്രണറിയൽ ഒബ്ജക്റ്റീവ്സ്. മനസ്സിലായോ? ഒരു ഓർഗനൈസേഷൻ സ്മൂത്തായിട്ട് കൊണ്ടുപോകാനും അവരുടെ ഒബ്ജക്റ്റ്, ലക്ഷ്യം കൈവരിക്കാനും കൂടി ഉള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. പ്രിപ്പയർ ബ്രീഫ് നോട്ട്സ് ഓൺ ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ലേബർ, ക്യാപിറ്റൽ, ഈ രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ചും ബ്രീഫ് നോട്ട് തയ്യാറാക്കാനാണ്. ഇത് രണ്ടും കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പഠിച്ചു, നോട്ടും തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് പാർട്ട് കാണുക. എക്സ്പ്ലെയിൻ ദ സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. ഡയഗ്രത്തിന്റെ സഹായത്തോടു കൂടി സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അത് നമ്മൾ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അത് നിങ്ങൾ കണ്ട് എഴുതുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അമ്മൂസ് ലേണിംഗ്.